ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ രേവതി കരഞ്ഞു നിൽക്കുന്നത് കാണിച്ചിട്ടാട്ടോ. മധുസൂദനാണെങ്കിലോ കിട്ടിയ ചാൻസ് എന്തായാലും നല്ല രീതിക്ക് മുതലാക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നമ്മുടെ രേവതി ആ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മധുസൂദനാണെങ്കിലോ ഈ പ്രശ്നത്തെ ചെറിയൊരു പ്രശ്നത്തെ സത്യം പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടായിട്ടില്ല. മധുസൂദന അത് വലിയൊരു പ്രശ്നം ആക്കാൻ നോക്കുകയാണ്. കാരണം എന്നാലല്ലേ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കി ആ ഫംഗ്ഷൻ ഒരു അലങ്കോലാവുള്ളൂ. അതിനുവേണ്ടി മധുസൂദനൻ കടന്ന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രമിച്ചിട്ട് എന്തായാലും നമ്മുടെ രേവതിയെ കരയിപ്പിക്കാൻ അവന് സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് രേവതി ആണെങ്കിലോ ആ റൂമിൽ നിന്ന് വേഗം ഓടിപ്പോയി സച്ചിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കരയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്നിട്ട് അവിടെ വലിയൊരു വാക്ക് തർക്കം നടക്കുകയാണ്. നീ പറഞ്ഞിട്ടാണ് സച്ചി പറഞ്ഞിട്ടാണ് രേവതി മോഷ്ടിച്ചേ, ഇതിലും ഭേദം പിച്ചെടുത്ത് ജീവിക്കുകയാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മധുസൂദനൻ പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. സച്ചിക്കാണെങ്കിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവിടെ വാക്ക് തർക്കം മൂത്തിട്ട് അടിയാവുന്നത്. ആരെയും അടിക്കാനും ഉപദ്രവിക്കാനും മനസ്സിലാത്ത നമ്മുടെ രവി പോലും മധുസൂദനെ അടിക്കുന്ന രംഗങ്ങളാണ് നാളെ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. സച്ചിയാണെങ്കിലോ ഇതുവരെയുള്ള ദേഷ്യമൊക്കെ മധുസൂദനടുത്ത് നമ്മൾ തീർക്കുന്നത് നമുക്ക് നാളെ കാണാൻ സാധിക്കും കേട്ടോ. സച്ചി ഒരടിക്ക് തന്നെ മധുസൂദനെ നല്ല രീതിക്ക് തെറിച്ചു വീഴുന്ന രംഗങ്ങളൊക്കെ നാളെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സച്ചി കസേരയൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കണ്ടറിഞ്ഞ് കാണാം നാളെ സച്ചി കസേര എറിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെ വാക്ക് തർക്കങ്ങളാണ് നാളെ ഉണ്ടാകുക എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. ഇങ്ങനത്തെ ചെമ്പനീർ പൂവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.